Islam is divisive. Islam divides humans into two groups, that is Muslims and non-Muslims, അതായത് മുഅ്മിൻസ് ആൻഡ് കാഫിർസ്. Islam is not universal brotherhood of man, it is brotherhood of Muslims for Muslims only, with hatred against non-Muslims. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളിത് എന്തിനാണ് ഇവിടെ പറയുന്നത്? ഇത് പറയുമ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾ കാണാറുള്ള ഈ പുരോഗമനം പറയുന്ന ആളുകളുടെ ഒരു വലിയ പരാതി, ഇതൊക്കെ സംഘികൾ കൊണ്ട് നടക്കുന്ന സാധനമാണ്, നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ നിങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാക്കുകയാണോ എന്നാണ് ഇവിടെ സാധാരണ കേൾക്കുന്നൊരു ചോദ്യം. ഞാൻ അവരോട് ചോദിക്കാറുള്ളൊരു കാര്യമുണ്ട്. അതായത് അംബേദ്കറിന് ഇത് എന്തുകൊണ്ട് അന്ന് പറയാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, അന്ന് സംഘികൾക്ക് ഇത്ര ഒരു റീച്ച് ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ടാണ്. സംഘികൾ ഇത്ര റീച്ച് ഉണ്ടാവുകയും സംഘിയാവുക എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമാവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു അംബേദ്കർ ജീവിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ അംബേദ്കറിന് ഇത് പറയാൻ സാധിക്കുമായിരുന്നു. അതായത് ഇന്നാണ് അംബേദ്കർ ഇത് ഇന്ന് പറയുന്നത് എന്നുണ്ടെങ്കിൽ അംബേദ്കർ ഒരു ഒന്നാന്തര സംഖ്യയാണ്. അതാണ് ഞാനിവിടെ പറഞ്ഞു.